ചേട്ടൻ എന്നെ ഇപ്പോഴും ഓർമ്മയില്ല? ചേട്ടൻ ഞാൻ സഞ്ചിക്കൂട്ടാ പിപ്പിരി തലയാ എന്നൊക്കെ വിളിച്ചിട്ട് ചേട്ടൻ്റെ തലമ്മ കിണ്ണി വിട്ടത് ഓർമ്മയില്ലേ? അയ്യോ സോറിട്ടാ, എനിക്ക് ഒന്നാമത്തെ ഈ പിള്ളേരെ ഇഷ്ടല്ലേ, പിന്നെ ഈ തറുതല പറയണ കൊച്ചൂരിപ്പിടെ തീരെ ഇഷ്ടമല്ല. അവരെ കണ്ടു കഴിഞ്ഞാൽ കിണ്ണി വിടും ഞാൻ. ഇപ്പോഴും അങ്ങനെ ഒരു മാറ്റില്ല. ഒരുത്തം പോണണ്ട. അതെ, കുട്ടീനെ കാത്തൊരു യുവാവ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, അങ്ങോട്ട് വിടാൻ. ഇതാ മറ്റവനല്ലേ? അയ്യോ അന്ന പൊക്കോ. വേണ്ട കേട്ടോ, ഞാൻ ഇപ്പൊ പോണില്ല. ഒരാൾ എത്ര നേരം വെച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്യണ, പൊക്കോ പാവം. ചേട്ടൻ നമ്പർ ഞാൻ സേവ് അയക്കാം. എന്റെ നമ്പറാണ്. ജിഞ്ച, ആ പോകുന്നത് ആരോന്നറിയടാ? ഇത് പെണ്ണല്ലേ? പെണ്ണല്ല, അതെന്റെ ഫാൻ ഗേളാന്ന്. ചെറുപ്പത്തിൽ ഞാനേ അവളെ തലയിൽ കിണ്ണി വിട്ടിട്ടുണ്ടെന്ന്. എന്ത് കണ്ടിട്ട്? എന്തൊക്കെ ചെയ്താലും അവൾക്ക് ഇപ്പോൾ എന്നോട് എന്നാ ഒരു ഇതാ. ഈ ആമ്പിള്ളേരെ കാര്യേ തട്ടുകടയിലത്തെ പട്ടികളുടെ പോലെയാന്ന്. ചിലപ്പോ എന്തെങ്കിലും ദയ തോന്നി കിട്ടിയാലേ, അല്ലെങ്കിൽ ചിലപ്പോ ചൂടുള്ള ചാട്ടി ഓടിക്കും. ഇത് അനുഭവത്തിന് പറഞ്ഞ പോലെ. ഏറെക്കുറെ. ഹലോ, മൈൻഡ് ചെയ്തിട്ട് പോ. ഞാൻ ചിരിച്ചല്ലോ. തൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഈ വെയിലത്ത് ഇത്ര നേരം കാത്തുനിന്ന്. ഞാൻ പറഞ്ഞില്ലല്ലോ കാത്തിക്കാൻ. അല്ല, എനിക്ക് തോന്നുന്നു അവരുടെ അടുത്തൊക്കെ ചിരിച്ച് സംസാരിക്കണ്ടായിരുന്നല്ലോ. അവർ എനിക്കറിയുന്നതാ. അതെ, കുഴപ്പമില്ല. അതെ, അന്നെന്തോ അന്വേഷിക്കണ്ടായിരുന്നില്ലേ ആർഎക്സ് ഹെഡ്? എന്താന്ന് എനിക്ക് മനസ്സിലായി. കിട്ടിയാ? ഇല്ല. ഞാൻ നോക്കണാ? വേണ്ട, അവൻ നോക്കിക്കോളൂ. താൻ തന്നെ പണി നോക്കി പൊക്കോ. ഇപ്പൊ അവൾ അവിടുന്ന് തിരിഞ്ഞു നോക്കിയ അവൾക്ക് എന്നെ ചെറുതായിട്ട് ഇഷ്ടമല്ല. മൈൻഡ് വോയിസ് അല്ല, മൈ വോയിസാ. അതൊക്കെ സിനിമയിൽ നടക്കുന്നു. പിന്നെ മറ്റേ പടത്തില്ലടാ പൊടി മീശ മുളക്കണത് ഇങ്ങനെ. ആ നടക്കില്ല അത്. നീ ഇവനെ കാണാൻ വിചാരിച്ച കിട്ടൂ. വെറുതെ ഒരു ചാൻസ് വേണ്ട. ദൂരെ ആകാശത്തണലിൽ